പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട്. കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, സർഗധനരായ മറ്റാൾക്കാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അങ്ങനെ ഒരുപാട് അവരുടെ നിര നീണ്ടു പോവുകയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രണയം പ്രകൃതിയോടായതുകൊണ്ടാണ് പലപ്പോഴും ഈ പരിസ്ഥിതിക്ക് വലിയ വിനാശം ഉണ്ടാകാത്തത്. അവരെയൊക്കെ നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം പ്രേക്ഷകരോട് പറയുന്നു. ലോക പരിസ്ഥിതി ദിനമാണ്. പ്രശസ്ത കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരിക്ക് വീട്ടുമുറ്റത്ത് ഒരു കൊച്ചു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ പതുപോലെ അവർ പൂന്തോട്ടത്തിലെ ചെടികൾ നനയ്ക്കുകയായിരുന്നു. തീരെ ചെറുതും അധികമാരും അത്ര ശ്രദ്ധിക്കാത്തതുമായ ഒരു പൂവ് അങ്ങനെ സുന്ദരിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് അവർ കണ്ടു. അതിന് കുറച്ച് നിറം കുറവായിരുന്നു, വലിപ്പവും തീരെ കുറവ്. സുഗതകുമാരിക്കാണെങ്കിലോ വലുതും ഭംഗിയുള്ളതുമായ പൂക്കളോടാണ് ഏറെ ഇഷ്ടം. അതുകൊണ്ട് ആ കുഞ്ഞു പൂവിനെ അവർ അന്ന് അത്ര ശ്രദ്ധിച്ചില്ല. അത് ആ കുഞ്ഞു പൂവിനെ അത്ര കാര്യമാക്കിയൊന്നുമില്ല. കുറേ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കല്ലടയാറ്റിലൂടെ വെള്ളം കുറച്ച് ഒഴുകിപ്പോയി. മറ്റു പൂക്കളെല്ലാം വാടിത്തുടങ്ങി, കൊഴിഞ്ഞു പോകാനും തുടങ്ങി. അപ്പോഴും ആ ചെറിയ പൂവ് മാത്രം തളരാതെ വാടാതെ അങ്ങനെ തല ഉയർത്തി നിന്നു. നമ്മുടെ ഈ കവയിത്രിക്ക് സുഗതകുമാരിക്ക് അത് വലിയ അത്ഭുതമായി. താൻ വളരെ നിസ്സാരമെന്ന് കരുതിയ ആ പൂവ് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ വലിയൊരു തിരിച്ചറിവുണ്ടായി. വലിയൊരു തിരിച്ചറിവ് തന്നെയാണത്. സൗന്ദര്യവും വലിപ്പവുമല്ല ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ യഥാർത്ഥ മൂല്യം നിർണ്ണയിക്കുന്നത്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും ആന്തരികമായ കരുത്തുമാണ് ഏറ്റവും പ്രധാനമെന്ന് കവയിത്രി സുഗതകുമാരിക്ക് അപ്പോഴേ മനസ്സിലായി. അഭയമറ്റ സ്ത്രീകളിൽ ആത്മവിശ്വാസം പകർന്ന സുഗതകുമാരിയുടെ അഭയ എന്ന സ്ഥാപനത്തിൻ്റെ പിറവിക്ക് പോലും കാരണമായത് അവരുടെ മനസ്സിൽ വെള്ളി വെളിച്ചം പോലെ വീണ ഈ ചിന്തയാണ്. അതായത് നമ്മുടെ വാല്യൂ നിശ്ചയിക്കുന്നത് നമ്മുടെ സൗന്ദര്യവും നമ്മുടെ വ്യക്തിപ്രഭാവവും ഒന്നുമല്ല എന്നുള്ള ചിന്ത. അപ്പം അശരണരായ ആലംബമില്ലാത്തവരെ അണച്ചു നിർത്തുക,